കൊച്ചിയിൽ ട്രെയിൻ ഇടിച്ചു മരിച്ചയാളുടെ പേഴ്സിൽ നിന്നും പണം മോഷ്ടിച്ച എസ്ഐ. ആലുവ പോലീസ് സ്റ്റേഷനിലെ എസ്ഐ സലീമാണ് ട്രെയിൻ ഇടിച്ചു മരിച്ച രാജസ്ഥാൻ സ്വദേശിയുടെ പേഴ്സിൽ നിന്നും പണം മോഷ്ടിച്ചത്. എസ്ഐയെ സസ്പെൻഡ് ചെയ്തു. പോലീസിന് ഇൻക്വസ്റ്റിന് സഹായിച്ച യുവാവിന് നൽകാനാണ് പണം എടുത്തതെന്നാണ് എസ്ഐയുടെ വിശദീകരണം. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഏറെ നാണം കെടുത്തുന്നതാണ് പോലീസ് സേനയെ സംബന്ധിച്ച്. എന്താണ് ഈ സംഭവം? പിന്നീട് എന്താണ് ഇയാൾക്കെതിരെ എടുത്തിരിക്കുന്ന നടപടി? സജിത്ത, കഴിഞ്ഞ മാർച്ച് 19-നാണ് ആലുവയിൽ വെച്ച് ട്രെയിൻ ഇടിച്ച് രാജസ്ഥാൻ സ്വദേശി മരിക്കുന്നത്. അതിനുശേഷം ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ എല്ലാം തന്നെ പൂർത്തിയാക്കുകയും ഇതെല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ ഇൻക്വസ്റ്റിൽ ഇയാളുടെ എന്താണ് ഇയാളുടെ ബാഗിലുണ്ടായത്, അത്തരം കാര്യങ്ങൾ വിശദമായി രേഖപ്പെടുത്തുകയും വേണം. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ഇയാളുടെ പക്കൽ ആദ്യം ഇതിൽ ജിഡി എൻട്രി എന്ന രീതിയിൽ തന്നെ എഴുതിയിരുന്നത് ഇയാളുടെ പേഴ്സിൽ 8,000 രൂപയുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഈ കാര്യം ഇത്തരം അയാളുടെ ഉണ്ടായിരുന്ന ബാഗും മറ്റു കാര്യങ്ങളും എല്ലാം കൈമാറുമ്പോൾ രണ്ടാമത് പോലീസ് അത് പരിശോധിക്കുമ്പോൾ അതിൽ 3,000 രൂപയുടെ കുറവ്, അതായത് 5,000 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് എവിടെ പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് പോലീസ് പരിശോധിച്ചു. അതിൽ ഓഫീസിനകത്ത് തന്നെ ഉണ്ടായിരുന്ന വസ്തുവകളാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ CCTV പരിശോധിക്കുമ്പോഴാണ് ഇതിൽ നിന്ന് ഇപ്പോൾ പറയുന്ന ഈ ഗ്രേഡ് എസ്ഐ സലീം അതിൽ നിന്ന് പണം എടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്തരം കാര്യങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചിരുന്നു. എന്തുകൊണ്ട് ഈ പണം എടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വിശദീകരണം നൽകിയത് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഈ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്നടക്കം മാറ്റുകയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യണം. അപ്പോൾ അതിൽ സഹായിച്ച ആൾക്ക് ഈ തുക നൽകി എന്നാണ് ഇയാൾ സലീം നൽകിയിരിക്കുന്ന ഇതിൻ്റെ ഒരു വിശദീകരണം. പക്ഷേ ആ വിശദീകരണം തൃപ്തികരമല്ല എന്നതാണ് ഔദ്യോഗികമായൊരു ഭാഷ്യം. ഔദ്യോഗികമായൊരു നിലപാടും അത് തന്നെയാണ്. കാരണം അങ്ങനെ അതിൽ നിന്ന് പണം എടുത്ത് മാറ്റുക, അത് ആരുടെയും തന്നെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ ബന്ധുക്കളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ആലോചിക്കാതെ ഈ പണം ഈ പേഴ്സിൽ നിന്നെടുത്ത് മാറ്റാൻ പാടില്ല. അത്തരം ഒരു കാര്യത്തിനും ഒരു അനുമതിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഈ പണം ശരിയായ രീതിയിലല്ല കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ പ്രവൃത്തി നീതീകരിക്കാനും കഴിയില്ല എന്ന് തന്നെയാണ്. അത് അങ്ങേയറ്റം തന്നെ പോലീസിൻ്റെ പ്രവൃത്തിക്ക് ഒരിക്കലും തന്നെ യോജിക്കാത്ത പ്രവൃത്തിയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരാൾക്ക് നൽകാനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന വിശദീകരണം പൂർണ്ണമായും ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നടപടി വന്നിരിക്കുന്നത്. സസ്പെൻഷനിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ വന്നിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമുണ്ടാക്കുന്ന ഒരു നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുകയും ചെയ്യുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ സഹായിച്ച ഒരാൾക്ക് നൽകി എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്, ഗ്രേഡ് എസ്ഐ നൽകിയിരിക്കുന്ന വിശദീകരണം. പക്ഷേ അത് അങ്ങനെ ആ രീതിയിൽ കാണുവാൻ കഴിയില്ല. അതിന് ഒരു തരത്തിലുമുള്ള അനുവാദമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ആ വിശദീകരണവും തൃപ്തമല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു നടപടി മാതൃകാപരം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നടപടിയിലേക്ക് ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം നിലപാട് വന്നത്. അതിലിപ്പോൾ സസ്പെൻഷനിലേക്ക് കടന്നിരിക്കുകയാണ് കാര്യങ്ങൾ. സജിത, നടപടി പോലീസ് ഉദ്യോഗസ്ഥർ രംഗത്ത് വരികയാണ്. ട്രെയിൻ ഇടിച്ചു മരിച്ചയാളുടെ പേഴ്സിൽ നിന്നും പണം മോഷ്ടിച്ചു എന്നതാണ് എസ്ഐക്കെതിരായ കുറ്റം.